ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുവയാണ് കേട്ടോ. സൂചി കൊഴുവ. അത് തീരെ കുഞ്ഞു കൊഴുവ കണ്ടോ, തീരെ ചെറുതാണേ. അപ്പോൾ കൊഴുവ പീര പറ്റിച്ച് വയ്ക്കാമെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങ മിക്കവർക്കും അറിയാമെന്ന് തോന്നണം അല്ലേ. പല നാട്ടിലും പല രീതിയിലാണത് പറയുന്നത്. ഇത് ഞാൻ വയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. ആദ്യം കൊഴുവ നന്നാക്കി അതിൻ്റെ അകത്ത് കുടംപുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി വയ്ക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം അത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 പിടി തേങ്ങയും പിന്നെ കുറച്ച് മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ചുവന്നുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ കാന്താരി മുളകോ പച്ചമുളകോ വേപ്പില, ഇത്രയും ഒന്ന് പെട്ടെന്ന് അത് എന്താ പറയുക, നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കില്ലേ അതുപോലെ കേട്ടോ. അധികം അരയാൻ പാടില്ല. അവിയലിന് എടുക്കുന്ന പരുവത്തിൽ ഒന്നാക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം നന്നായി ഒന്ന് കൈകൊണ്ട് ഞാൻ തിരുമ്മി വെക്കോട്ടെ. കാരണം നമ്മൾ ഈ സ്പൂണ് കൊണ്ട് ഇളക്കുന്നതിനേക്കാളും ഇതാണ് കൈകൊണ്ട് ഈ മീനും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി ഇതിൻ്റെ മീതൊക്കെ വെള്ളം വെച്ച്, അധികം വെള്ളം പാടില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ടതേ ഇത് ഇത്രയും അളവിൽ കേട്ടോ, ഇത്ര അളവിൽ വെള്ളം വെച്ച് അത് നന്നായി മൂടി വെച്ച് വേവിക്കും. ഇത് വെന്ത് കഴിഞ്ഞതാണ് കേട്ടോ. വെന്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ കുറച്ച് സ്വല്പം, ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ അധികം ഒഴിക്കാത്തൊരു കറിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മീൻ പീര കേട്ടോ. സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാണ് നമ്മുടെ സ്പെഷ്യൽ കറി ഇന്നത്തെ. പിന്നെ കിണറ് തിളയ്ക്കുന്നുണ്ട് ബീഫ് കേട്ടോ. ബീഫ് ഇതിൻ്റെ അകത്ത് സവാളയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞങ്ങൾ ഇതിനെ പറയുന്നത് ഉപ്പിൽ പറ്റിച്ച ഇറച്ചി എന്ന് പറയും. എല്ലായിടത്തും പറഞ്ഞില്ലേ, വേറെ രീതിയിലായിരിക്കാം. ഞാനിവിടെ ഉപ്പിൽ പറ്റിച്ച ഇറച്ചി എന്നാണ് കേട്ടോ ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് പറയാൻ കാരണം ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, സ്വല്പം മസാലപ്പൊടി, അതെല്ലാം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടിച്ചേർത്ത് ഈ ബീഫ് വേവിച്ച് എടുക്കുന്നത് കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതെല്ലാം പുരട്ടി ആ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അത് ശരിയാക്കി എടുക്കുന്നത് കേട്ടോ.